നമ്മുടെ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സോഫ്റ്റ്വെയർ അതിൻ്റെ ഒരു സിപ്പ് ഫയലായിരിക്കും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവുക. അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്തെടുത്താൽ ഇതേ രീതിയിൽ നമുക്ക് ആ ഫോൾഡർ കാണാൻ പറ്റും. അതിൽ റൈറ്റ് ക്ലിക്ക് നിൽക്കിയാൽ ആ ഫയൽ എക്സ്ട്രാക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവും. എക്സ്ട്രാക്റ്റ് ചെയ്യുക, സെയിം ഫോൾഡറിലേക്ക് തന്നെ ചെയ്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ അത് എക്സ്ട്രാക്റ്റ് ആയിട്ട് വരും. അതിനുശേഷം നമുക്ക് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഏതിലാണോ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് വെച്ചാൽ ആ ക്രോമാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. അതിൽ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണുന്ന ഭാഗത്ത് 3 ഡോട്ട് അവിടെ വിസിബിൾ ആയിരിക്കും. അതിൽ എക്സ്റ്റൻഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മാനേജ് എക്സ്റ്റൻഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിലായി ഡെവലപ്പർ മോഡ് ആക്റ്റീവ് ആണോ അല്ലേ എന്നുള്ളത് ചോദിക്കുന്നുണ്ടാവും. അതിൽ ഡെവലപ്പർ മോഡ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിടുക. ആ സമയം സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ലോഡ് അൺപാക്ക്ഡ് എന്നുള്ളൊരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ട് വരും. ആ ലോഡ് അൺപാക്ക്ഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഏത് ഫോൾഡറിലേക്കാണോ നേരത്തെ സിപ്പ് ഫയൽ ഓപ്പൺ ചെയ്ത് വെച്ചാൽ ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അവിടെ ഫോൾഡറിൻ്റെ പേര് കാണാം, മാക്സ് ഡിജിറ്റൽ എന്നുള്ളത് 2 തവണ ഓപ്പൺ ചെയ്തതിന് ശേഷം സെറ്റപ്പ് എന്നുള്ളൊരു ഫയൽ കാണും. ഈ ഫയൽ ഓപ്പൺ ചെയ്യരുത്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് ലോഡ് ചെയ്യാണ് വേണ്ടത്. സെലക്ട് ഫോൾഡർ എന്നുള്ളത് കൊടുക്കുക. വാട്സപ്പ് ഓപ്പൺ ആയിട്ട് വരും. നേരത്തെ ഇവിടെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഇവിടെ 2 സോഫ്റ്റ്വെയർ ഉണ്ടാവും. മാക്സ് ഡിജിറ്റൽ ഹബ്ബ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ നമുക്കിവിടെ ഇൻസ്റ്റാൾ ആയിട്ട് കാണും. വാട്സപ്പ് ലോഗിൻ ചെയ്യാൻ വേണ്ടി പറയും. നമുക്ക് വാട്സപ്പ് അതിലേക്ക് കണക്ട് ചെയ്യാം. നമ്മുടെ വാട്സപ്പ് കണക്ട് ചെയ്യുക. QR കോഡ് വെച്ചുകൊണ്ട് ലിങ്ക് ഡിവൈസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ QR കോഡ് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്യുന്ന സമയത്ത് ഇതേ രീതിയിൽ ലോഡ് ചെയ്ത് വരും. ചില സമയത്ത് ഇത് ഒരുപാട് സമയം ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വാട്സപ്പ് ഒന്ന് റീഫ്രഷ് ചെയ്തെടുത്താൽ മതി. ഞാൻ ഒന്നുകൂടി റീഫ്രഷ് കൊടുക്കുന്നുണ്ട്. അതിൽ കാണുന്ന ബൈ ലൈസൻസ് എന്നുള്ള ഭാഗത്തൊന്നും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതില്ല. ഓക്കെ, സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് വന്നിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്ത് വരുന്ന സോഫ്റ്റ്വെയറിൻ്റെ സൈഡിലും മുകളിലായിട്ട് നമുക്ക് കുറേ ഐക്കണുകൾ കാണാൻ പറ്റും. ഈ ഒരു ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള അതല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇതിൻ്റെ കീ കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഇവിടെ. ഇൻസേർട്ട് യുവർ കീ എന്നുള്ളതുണ്ടാവും. ഓക്കെ, നമ്മൾ നൽകുന്ന കീ ഇവിടെ നിങ്ങൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് ആക്റ്റീവ് നോ എന്ന് കൊടുത്താൽ തന്നെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയിട്ട് വരും. ഓക്കെ, എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.